ചില കേസുകളിൽ നമ്മുടെ ഈ ബേസൽ ഭാഗത്തേക്കുള്ള ധമനികളുണ്ട്. ഈ പടത്തിൽ നമുക്കത് കാണാം. ഈ ധമനിക്കുണ്ടാകുന്ന കേടുപാടുകളും ഇതുപോലെ ആവരണത്തിന്റെ കട്ടി കുറയുവാനും ആവരണത്തിലേക്കുള്ള രക്തോട്ടം കുറയുവാനും കാരണമാണ്. ഇപ്പം ഈ ഗർഭപാത്രത്തിൽ പലതരം മുഴകളുണ്ട്. ഈ മുഴ ഈ മുഴ നമ്മൾ കാണുന്നത് കുഞ്ഞ് കിടക്കുന്ന ആവരണത്തിലേക്ക് വളരുന്ന മുഴയാണ്. ഇതിനാണ് നമ്മൾ സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഈ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡും ഇതുപോലെ തന്നെ ഈ ഗർഭാശയ ആവരണത്തിന്റെ കട്ടി കുറയ്ക്കുന്ന അല്ലെങ്കിൽ രക്തോട്ടം കുറയ്ക്കുന്ന അവസ്ഥയാണ്. നമുക്ക് അറിയാം, ഈ ഗർഭപാത്രത്തിന് രണ്ട് ഭാഗമുണ്ട്, ഗർഭാശയ ആവരണവും ഗർഭാശയ മസിലും. ഈ ഗർഭാശയ ആവരണം അതിന്റെ സീമ വിട്ട് മസിലിനുള്ളിലോട്ട് വ്യാപിക്കുന്ന അഡിനോമയസ് എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. ഒന്ന് മനസ്സിലാക്കുവാൻ, നമ്മളിപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു അതിർത്തിയുണ്ട്. ഒരു രാജ്യം അതിന്റെ അതിർത്തി വിട്ട് മറ്റു രാജ്യത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ ഗർഭാശയ ആവരണത്തിന്റെ കോശങ്ങൾ അതിന്റെ സീമ വിട്ട് മസിലിനുള്ളിലോട്ട് വ്യാപിക്കുന്ന അഡിനോമയസ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ എന്ത് പറ്റും? ഇതുപോലെ തന്നെ ഈ സ്ഥാനം തെറ്റി വന്ന കോശങ്ങൾക്കെതിരെ പ്രതികരണം ഉണ്ടാകും. അപ്പം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലോട്ട് ഇപ്പോൾ ആരെങ്കിലും പാകിസ്ഥാനികൾ ഒഴിഞ്ഞു കയറിയാൽ ആ ഭാഗത്ത് എന്ത് പറ്റും? അവിടെ ഒരു സംഘർഷമാണ്. അപ്പം ആർമി വരും, അവർ ആ ശത്രുക്കളെ തുരത്താനായിട്ടുള്ള ശ്രമം നടത്തും. അങ്ങനെയുള്ളപ്പോൾ എന്ത് പറ്റും? അവിടെ ജീവിക്കുന്ന നോർമലായിട്ടുള്ള ആളുകൾക്കും പ്രശ്നം വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഗർഭാശയ ആവരണ കോശങ്ങൾ ഗർഭാശയ ആവരണത്തിന്റെ സീമ വിട്ട് ഗർഭാശയ മസിലിനുള്ളിലോട്ട് വ്യാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ ശരീരം അതിനെതിരെ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ ഗർഭാശയ ആവരണത്തിന്റെ കോശങ്ങൾക്കെതിരെയും ഈ പ്രതികരണം വരാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയും, ഭ്രൂണത്തിന് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാനുള്ള സാധ്യതകളും കുറയാം. നമുക്കറിയാം, എല്ലാവരുടെയും ഓവറി ഒരുപോലെ അല്ല പ്രതികരിക്കുന്നത്. ചിലരുടെ ഓവറിയുടെ പ്രതികരണ ശേഷി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓവറിയുടെ പ്രവർത്തനക്ഷമത കൂട്ടാൻ വേണ്ടി കൂടുതൽ LH ഒക്കെ അടങ്ങിയ LH എന്ന് പറഞ്ഞ് ഓവറിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ നൽകും. നമ്മൾ കൂടുതലായിട്ട് LH നൽകുന്നതും ചില കേസുകളിൽ ഗർഭാശയ ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവിനെ കുറയ്ക്കും. ചില കേസുകളിൽ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഓവറി അമിതമായിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നിനോട് പ്രതികരിക്കും. അവിടെ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഈസ്ട്രോജന്റെ അളവ്, ആ ഈസ്ട്രോജൻ പ്രൊഗസ്റ്റോൺ എന്ന് പറഞ്ഞ ഹോർമോൺ തമ്മിലുള്ള ആ അളവ് അത് താളം തെറ്റുകയും അതിന്റെ ഫലമായിട്ട് ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കാനായിട്ടുള്ള കഴിവ് കുറയുകയും ചെയ്യും. നമ്മൾ ഈ ഓവറിയുടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി LH എന്ന് പറഞ്ഞ ഹോർമോൺ ലെവൽ കൂട്ടുമ്പം ഗർഭാശയ ആവരണത്തിന് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനുള്ള എക്സ്പോഷർ കൂടും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഗർഭാശയ ആവരണത്തിന് കേടുപാട് വരാം. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഈ ഭ്രൂണത്തിനെ സ്വീകരിക്കാനായിട്ടുള്ള ഗർഭാശയ ആവരണത്തിന്റെ കഴിവ് വളരെ പ്രാധാന്യമുള്ളതാണ്. സങ്കീർണമായിട്ടുള്ള പ്രക്രിയകൾ നടന്നുവെങ്കിൽ മാത്രമേ ഈ ഗർഭാശയ ആവരണത്തിന് ഭ്രൂണത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം ഭ്രൂണത്തെ സ്വീകരിക്കാൻ ആയിട്ടുള്ള ഗർഭാശയ ആവരണത്തിന്റെ കഴിവ് കുറഞ്ഞാൽ നമുക്ക് ആരോഗ്യമുള്ളൊരു ഭ്രൂണത്തെ ലഭിച്ചാലും ഭ്രൂണത്തിന് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാനായിട്ടുള്ള സാധ്യതകൾ കുറയും. ഇങ്ങനെ ആവരണത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ ലെവലിലുള്ള തകരാറൊക്കെ ഇതിന് കാരണമാണ്. അപ്പം IVF ഫെയിലിയറിന്റെ ഒരു പ്രധാന കാരണമാണ് ഗർഭാശയ ആവരണത്തിന് ഉണ്ടാകുന്ന നീർക്കെട്ട്, വീക്കം, ഗർഭാശയ ആവരണത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം, അവിടെയുള്ള മുഴകളുടെ പ്രവർത്തനം. അവിടെ ചെയ്യുന്ന സർജറികളെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് ആവരണത്തിന് കേടുപാട് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടും. അപ്പം നമ്മൾ ഒരിക്കലും അബോർഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രക്രിയകൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. അനാവശ്യമായിട്ടുള്ള ഗർഭഛിദ്രം നമ്മൾ ഒരിക്കലും ചെയ്യരുത്.